ഇദൻ തഅല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ ഫൽ യബ്ദഅ ബിൽ യുംന, അവൻ ആരംഭിക്കട്ടെ ബിൽ യുംന, വലതു ഭാഗം കൊണ്ട്. ഇപ്പൊ ചെരുപ്പിടുകയാണെങ്കിലും സോക്സ് ഇടുകയാണെങ്കിലും ഷൂ ഇടുകയാണെങ്കിലും ഒക്കെ ആദ്യം ഏത് കാലിൽ ധരിക്കണം? വലത് കാലിൽ. വഇദാ ഖലഅ, അവൻ പാദരക്ഷ ഊരുമ്പോൾ ഫൽ യബ്ദഅ ബിശ്ശിമാലി, നേരെ ഓപ്പോസിറ്റ്, ഇടത്തെ കാലിൽ കൊണ്ട് ആരംഭിക്കട്ടെ. ഇപ്പൊ ധരിക്കുമ്പോ വലത്തെ കാലിന് മുൻഗണന, ഊരുമ്പോഴോ ഇടത് കാലിന് മുൻഗണന. അപ്പോ ഇദൻ തഅല അഹദുക്കും ഫൽയബ്ദഅ ബിൽ യുംന, അവൻ വലത്ത് കാല് കൊണ്ട് തുടങ്ങട്ടെ. അപ്പൊ ധരിക്കുന്നതും ഊരുന്നതും അല്ല, ഏതാണ്? ഊരുമ്പോഴും അവസാനം വലത്തേത്, ധരിക്കുമ്പോൾ തുടക്കവും ഏതാണ്? വലത്തേത്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ എത്ര തവണ നമ്മൾ ഷൂടുന്നുണ്ട്, എത്ര തവണ സോക്സ് ധരിക്കുന്നുണ്ട്, എത്ര തവണ ചെരുപ്പിടുന്നുണ്ട്, ഒന്ന് മനസ്സ് വെച്ചാൽ മലക്കുകൾ നമുക്ക് ഹസനത്തായിട്ട് രേഖപ്പെടുത്തും. ചെലവൊന്നുമില്ല, ഇനി ചെലവൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളിലും വലതുവശത്തെ മുന്തിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. യുഅ്ജിബുഹു തയമ്മുൻ, അള്ളാഹുവിന്റെ റസൂലിന് പെരുത്ത് ഇഷ്ടമായിരുന്നു. അത്തയമ്മുനു, എന്താ തയമ്മുൻ എന്ന് പറഞ്ഞാൽ? വലത്തേതിനെ മുന്തിക്കൽ. തയമ്മന, തയമ്മുമല്ല, നമ്മൾ ഉളുവിന് പകരമുള്ള തയമ്മുമല്ല, അത് അവസാനം നൂനാണ്. തയമ്മുന്, യമീന്, അതാ തയമ്മുന്. ഏതൊക്കെ കാര്യങ്ങളിൽ? ഫീ തനഉലിഹി, ചെരുപ്പ് ധരിക്കുമ്പോഴും, വഫീ തറജ്ജുലിഹി, മുടി ചീകുമ്പോഴും, വഫീ തഹൂരിഹി, ശുദ്ധിയാക്കുമ്പോൾ ഉളുവെടുക്കുമ്പോഴും, വഫീ ശഅനിഹി കുല്ലിഹി, ഇടത്തേത് മുന്തിക്കണം എന്ന് പറഞ്ഞതല്ലാത്ത എല്ലാ കാര്യങ്ങളിലും ഏതിനായിരുന്നു മുൻഗണന? വലത്തേതിനായിരുന്നു മുൻഗണന. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിലൊരു ഉദ്ദേശത്തോടു കൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ചെലവുമില്ല. പലതവണ നമ്മൾ ചെരുപ്പിടുന്നുണ്ട്, ഊരുന്നുണ്ട്, ഇതിലൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മൾ പാൻറ് ഇടുമ്പോൾ, ഒരാളിപ്പോൾ പാൻറ് ധരിക്കുകയാണ്, അണ്ടർവെയർ ധരിക്കുകയാണ്, ആദ്യം വലത്തേ കാലിടുക, പിന്നെ ഇടത്തേ കാലിടുക, ഊരുമ്പോൾ ഇടത്തേന്ന് ഊരിയിട്ട് അവസാനം വലത്തേന്നാക്കുക. ഇതൊക്കെ ഈ നിയമമുണ്ട്. ഷർട്ട് ഇടുകയാണ്, ആദ്യം വലത്തേ കൈ ഇടുക, പിന്നെ ഇടത്തേ കൈ ഇടുക, ഊരുമ്പോഴോ ഇടത്തേ കൈ ഊരുക, ലാസ്റ്റ് വലത്തേ കൈ ഒന്ന് ഊരുക. ചെലവുണ്ടോ? ഒന്ന് മനസ്സ് വെച്ചാൽ പുണ്യങ്ങൾ നേടില്ലേ നമ്മൾ.